മീനാക്ഷിക്ക് പേടിയൊന്നുമില്ലല്ലോ? അല്ല, അങ്ങനെയൊന്നുമില്ല. പൊതുവെ പേടിയൊന്നുമുള്ള കൂട്ടത്തിലല്ലോ? പൊതുവെ പേടിയുള്ള കൂട്ടത്തിലാണ്. ഡിപ്പെൻസ് ഓൺ എന്തിനാണ് പേടി, അതിനനുസരിച്ച്. ഞാനൊരു കഥ പറയാം. ആ കഥ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഈ പണ്ട് മുതലേ ഈ പ്രേതം, ലാലേട്ടന്റെ മണിച്ചിത്ര താഴൊക്കെ കണ്ടിട്ട് അന്ന് മുതലേ ഇങ്ങനെ സബ്ജക്റ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ അതിൽ കേട്ടൊരു കഥ, അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിൽ ഇരുന്നപ്പോ കേട്ടൊരു കഥയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റലിയിലെ ഒരു നഗരത്തില് അസ്വാഭാവികമായ ഒരു പെൺകുട്ടി മരണപ്പെട്ടു. അലീസ. ഓർഫനേജിന്റെ മുമ്പിൽ കളിച്ചുകൊണ്ടിരുന്ന അലീസയെ പെട്ടെന്നൊരു ദിവസം അപ്രതീക്ഷിതമായിട്ടാണ് കാണാതാവുന്നത്. പിന്നീട് അറിയുന്നത് അലീസയുടെ മരണ വാർത്തയാണ്. Still the questions remains: who, when, where, how. ഇന്നും ചുരുളെഴുതിപ്പെടാതെ കിടക്കുന്ന കേസുകളിലൊന്നായി അലീസ മർഡർ കേസ് മാറി. ഈ ഒരു കേസിൽ അധികം ഒരിടത്തും രേഖപ്പെടുത്താതെ പോയ ഒരു പോയിന്റ് കൂടി ഉണ്ടായിരുന്നു. അലീസ വാസ് ബ്ലൈൻഡ്. ഒരുപക്ഷെ പ്രേതം ഭൂതമൊക്കെ സത്യമാണെങ്കിൽ അലീസയെ കൊന്നത് ആരാണെന്ന് അറിയാൻ അലീസയുടെ ആത്മാവ് ഇന്നും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കില്ലേ? ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൾസ് ശോഭരാജി പോലെ ഹാവ് യു സീറ്റ് പ്ലീസ്. ഇരുന്നു ചേട്ടാ, ബൈ പ്ലീസ്. ഈ കാഴ്ചശക്തി ഇല്ലാത്ത ആൾക്കാര് സെൻസേഷൻസ് ഒക്കെ ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഓഡിറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കും. അങ്ങനെ പല രീതിയിലെ ഡയമെൻഷനിൽ നമുക്കതിനെ ചിത്രീകരിക്കാൻ പറ്റും. Whenever both of you are feeling a kind of sensation, I want you to raise your hand comfortably. എപ്പോഴെങ്കിലും കണ്ണടച്ചിരുന്നിട്ട് എന്താ കണ്ണൊന്നടിച്ചു പോയില്ല. അതാരെ വിളിച്ചേ? അതായത് take a deep breath, relax. എപ്പോഴെങ്കിലും ഒരു സെൻസേഷൻ, ഒരാളിങ്ങനെ വന്ന് തൊടുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് കൈ ഇങ്ങനെ പൊക്കണം. മെല്ലെ ഇതുപോലെ കൈ അങ്ങനെ. ചേട്ടാ, same here. Whenever you are feeling a sensation, I want you to raise your hand. Okay. Come on, ചേട്ടാ. യൂസ് ചെയ്തിരുന്നു എന്ന് കരുതപ്പെടുന്ന ഒരു ഡോളായിട്ട് നമുക്കിതിനെ സങ്കല്പിക്കാം.